ഹായ്, ഗാർഡനർ ബോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഷെരീഫിൻ്റെ ഗാർഡനായിരുന്നു കാണിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക്. ഞാൻ പ്രതീക്ഷിച്ചതിലധികം വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഈ നഴ്സറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷനുള്ള ഒരു ഭാഗമാണ് ഈ മുള ബാമ്പു. ഇത് യെല്ലോ ബാമ്പു അല്ല, സാധാരണ നമ്മൾ കാണുന്ന യെല്ലോ ബാമ്പു അല്ല, ഇത് ഗോൾഡൻ ബാമ്പുവാണ്. ഫിലോസ്റ്റാച്ചിസ് ഓറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിനം ബാമ്പുവാണിത്. ഇത് അത്രയും കോമൺ ആയിട്ടുള്ളതല്ല, കുറച്ച് റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓൾമോസ്റ്റ് ഒരു കാണുന്നുണ്ട് ഇവിടെ. പിങ്ക് ഡ്രാഗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെറ്റ്യൂൾസ് എന്താ പറയുക, പിങ്ക് കളറായിരിക്കും വരിക. നല്ല വലിയ ലീഫ് പാഡ്സും വരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഇത്. അതുപോലെ ഇവിടെ ഒരു അലോക്കേഷ്യ വെൻഡി, വലിയൊരു അലോക്കേഷ്യ വെൻഡി നമ്മൾ കാണുന്നുണ്ട്. അലോക്കേഷ്യ വെൻഡിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേർപ്പിൾ കളറായിരിക്കും ലീഫ് പാഡിൻ്റെ ബാക്ക് ഭാഗം. അതുപോലെ തന്നെ ഒരു അലോക്കേഷ്യ മാക്രോറിസ വറിഗേറ്റഡ് കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. നല്ല വറിഗേഷനൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പുതിയ ലീഫിൽ. അതുപോലെ തന്നെ കൊലോക്കേഷ്യ ബ്ലാക്ക് മാജിക് ഉണ്ട് ഇവിടെ. ഇത് ശരിക്കും ഒരു സെമി അക്വാറ്റിക് പ്ലാന്റ് ആണ്. മാത്രമല്ല നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറായി മാറും, അതായത് ഒരു ബ്ലാക്ക് കളറായി വരും. ഇത് ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു അലോക്കേഷ്യ പോളി അല്ലെങ്കിൽ ആമസോണിക്കേൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതിൽ നമുക്കൊരു കൊലോക്കേഷ്യ ഇല്ലുസ്ട്രീസ് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലുസ്ട്രീസ് നല്ല ഭംഗിയുള്ളൊരു, പിന്നെ കാരണം കൂടുതൽ വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിൽ കൂടുതൽ വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. സെമി അക്വാറ്റിക് പ്ലാന്റാണ്. വെള്ളത്തിലുണ്ടാകുന്ന ഒരു ഇനം ചേമ്പ് വർഗ്ഗമാണ്. അതുപോലെ തന്നെ അലോക്കേഷ്യയുടെ ഒരു അലോക്കേഷ്യ ഹൈലോ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെമി അക്വാറ്റിക് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണത്. ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ഇത് ഒരു പോണ്ടിലാണ് സെറ്റ്. നമ്മൾ കോമൺലി വിളിക്കുന്നത് മിൽക്കി ബാമ്പു എന്നുള്ളതാണ്. ഇതൊരു ബാമ്പു വെറൈറ്റി അല്ല ഈ പ്ലാന്റ്. പക്ഷേ ഇതിന് ബാമ്പു പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഷൂട്ട്സ് ഉണ്ടല്ലേ, ഈ പുതിയ വരുന്ന ഷൂട്ട്സൊക്കെ ഒരു ബാമ്പു ലുക്കിലാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് ഈ ബാമ്പു എന്ന്, മിൽക്കി ബാമ്പു എന്നൊക്കെ പേര് വരാനുള്ള കാരണം. നമ്മൾ ഒരുപാട് നഴ്സറികളിൽ ഈ സാധനം ഈ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പിന്നെ നോക്കി ചെയ്യാവുന്നതാണ്. അതായത് ജസ്റ്റ് മൂന്ന് തട്ടുണ്ടാക്കി അതിൻ്റെ മുകളിൽ 3 GI പൈപ്പുകൾ, സ്ക്വയർ പൈപ്പുകൾ, 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് 2 വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല ഭംഗിയെടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു മിൽക്കി ബാമ്പു സെക്ഷനോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോസിൽ നമ്മൾ സിങ്കോണിയം ഒക്കെ പരിചയപ്പെടുത്താനുണ്ട്. ഒരു വലിയ സെക്ഷൻ തന്നെ സിങ്കോണിയം, അതുപോലെ തന്നെ എപ്പിഷ്യ, അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. കുറേ പ്ലാന്റ്സ് ഞങ്ങൾ ഇതിൽ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ വലിയ ലെങ്തായി പോകും. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്ലാന്റ്സ് എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ